ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വലിയ മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തിരിയപ്പം എന്ന് പറഞ്ഞ സാധനമാണ്. തിരിയപ്പം ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു തിരിയപ്പം. അതിന് ഞാനിത് കുറച്ച് ഒരു 4 വലിയ സ്പൂണിന് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതൊരു 1/4 ടീസ്പൂണോളം ഞാൻ കയ്യളവിനെടുത്തതാണ്, സ്പൂൺ കൊണ്ട് അളന്നതല്ല. ഒരു 1/4 ടീസ്പൂണോളം കരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം എള്ളും ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം കുഴച്ച് മിക്സാക്കി എടുക്കണം, എല്ലാ സ്ഥലത്തും എത്തുക. ഇനി നമുക്കൊരു കോഴിമുട്ട ഉടച്ച് അതിൽ പാരണം. എല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി ആ കോഴിമുട്ട ഉടച്ച് കഴിഞ്ഞ് ഇനി നമുക്കൊരു ഒരു വലിയ ഗ്ലാസ്സിനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ആ വെള്ളം കുറച്ച് ഒഴിച്ച് നന്നാക്കി ഒന്ന് കൊഴിച്ചെടുക്കണം. നമുക്ക് കോഴിമുട്ട ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വെള്ളവും പാർന്ന് നന്നാക്കി കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കും പോലത്തെ പരുവത്തിൽ നന്നാക്കി മുറുക്കി കുഴക്കണം. വെള്ളം കൂടുതലായി പോകാൻ പാടില്ല. നന്നാക്കി കുഴച്ചെടുത്തിട്ട് നമുക്കിതൊരു കുറച്ച് സമയം ഇതൊന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം. നന്നാക്കി കുഴച്ചെടുക്കണം. കുഴ നന്നാണോ കട്ടയൊന്നും പിടിക്കാതെ കുഴച്ചെടുക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് ഇത് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നന്നാക്കി കുഴച്ചെടുക്കുക. നല്ലൊരു ടേസ്റ്റാണിത്. തിരിയപ്പം എന്നതിൻ്റെ പേര്, തിരിയപ്പം. ഇനി എല്ലാം ഞാൻ കുഴച്ച് ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ബോൾ. പൂരീൻ്റെ മാവ് വേണ്ട, പൂരീൻ്റെ മാവിൻ്റെ പകുതി മതി. നല്ല നൈസാക്കി പരത്തിയെടുക്കണം. കട്ടി തീരെ ഉണ്ടാകാൻ പാടില്ല. നൈസാക്കി പരത്തിയെടുക്കണം. ഇതാ നൈസാക്കി പരത്തിയെടുക്കുന്നുണ്ട്. ചെറിയ തൊലിയായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ തൊലിയായാൽ കട്ടിയായിരിക്കും, അന്നേരം ഇത് നന്നായി കിട്ടിയാല. നൈസാക്കി പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു കത്തിയെടുത്ത് പീസാക്കി മുറിച്ചെടുക്കണം. അതിന് ഞാനിതാ കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്ത് വെച്ചതാണ്. അതിൽ ഞാൻ ലേശം ഇത് പൊടിയിട്ടാണ് പരത്തുന്നത്. അരിപ്പൊടി മൈദപ്പൊടി മിക്സാക്കി എടുത്ത് വെച്ചതെടുത്ത് അത് ലേശം അതിൽ തൊട്ടിട്ടാണ് പൊടി പരത്തിയെടുക്കുന്നത്. പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് തോന ഇട്ട് പരത്തിയിട്ട് നമുക്ക് മേലെ തട്ടിക്കളയണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ പൊടി നമ്മൾ വെളിച്ചെണ്ണയിലിടുമ്പോൾ കരിഞ്ഞ് അത് കറുപ്പ് കളർ വരും. ഇത് കത്തി കൊണ്ട് ഇങ്ങനെ നടുവിൽ പീസാക്കി എടുക്കുക. ആ 2 അറ്റവും മുറിഞ്ഞു പോകാൻ പാടില്ല. നടുവിൽ മാത്രം ഇങ്ങനെ വരയിടാവും. കത്തി കൊണ്ട് നിറച്ചും നടുക്ക് ഇങ്ങനെ വരയിടുക. ഇങ്ങനെ നിറയെ വരയിട്ടേക്കുക. എന്നിട്ട് 2 ഭാഗവും അപ്പുറം ഇപ്പുറമായിട്ട് മടക്കുക. മടക്കിയെടുക്കുക. 2 ഭാഗവും ഒന്ന് ഒട്ടിക്കുക. ഇങ്ങനെ ഒന്നങ്ങ് പിരിച്ച് കളയുക. അങ്ങനെ പിരിച്ച് വെക്കുക. ഇനി ഇതൊക്കെ ഓരോന്നോരോന്നാക്കി പരത്തിയെടുക്കുക. ഒക്കെ പരത്തിയെടുക്കുക. പൂരിൻ്റെ മാവ് വേണമെന്നില്ല. പൂരിനെക്കാണെങ്കിൽ കുറച്ച് പകുതി മാവ് മതി. എന്നെങ്കിലേ കട്ടി കുറച്ച് പരത്തിയെടുക്കാൻ കഴിയും. നല്ല നൈസാക്കി പരത്തണം. കട്ടി കൂടിപ്പോയാൽ ഇത് വേവൂല, പതായിരിക്കും. ഒക്കെ ഇങ്ങനെ പരത്തി ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ നടു ചീന്തി ഒക്കെ പീസാക്കി എടുക്കുക. പീസ് എന്ന് വെച്ചാൽ 2 അറ്റവും പൊട്ടിപ്പോകാൻ പാടില്ല. നടു മാത്രമേ ചീന്തി എടുക്കാൻ പറ്റൂ. നടു മാത്രം ചീന്തി എടുത്തതിന് ശേഷം പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.
തിരിച്ചും മറിച്ചും വെക്കുക. അങ്ങനെ ഒന്ന് പിരിച്ച് കളയുക, ഒന്ന് പിരിച്ച് വെക്കുക. ഇനി നമുക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ച് വെക്കണം. അത് എത്ര മാവാണ് നമ്മൾ പൊരിക്കുന്നതിനനുസരിച്ച് കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് വെക്കുക. ഞാനിവിടെ ഒരു നല്ല വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 4-5 ഏലക്കായ എടുത്ത് പൊടിച്ച് വെക്കുന്നുണ്ട്. ഇനി ഞാനിത് ഒരു സ്റ്റീലിൻ്റെ ഡ്രൈഫാൻ ഗ്യാസ്മേൽ വെച്ച് അത് നല്ലോണം ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നാക്കി തിരി ഇട്ട് കൊടുക്കുക. എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നാക്കി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് എണ്ണയിലിടുമ്പോഴേക്ക് ഇങ്ങനെ ആയിപ്പോവും. ഇതൊക്കെ ഒന്ന് മൊരിച്ചെടുക്കണം. നല്ലോണം പൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ലോണം ഉള്ളിലൊക്കെ എണ്ണ തട്ടി നല്ലോണം പൊരിഞ്ഞ് വരണം. ഉള്ളിൽ എണ്ണ ആയിക്കില്ലെങ്കിൽ ഉള്ളി വേവില്ല. തിരിയപ്പം എന്ന് പറയുന്നത് വേറെ, മറ്റുള്ളവരെന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിത് തിരിയപ്പം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ഞെരിഞ്ഞ് വരും, നല്ല അടിപൊളിയാണ്. ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. 4 മണിക്കൊക്കെ ചായക്കടിയാക്കി ഉപയോഗിക്കാൻ നല്ലൊരു ടേസ്റ്റാണിത്. ഇനി ഇതൊക്കെ നല്ലോണം ചുവന്ന് വരുന്നുണ്ട്. അധികം കൂടുതലായിട്ട് ചുവന്ന് പോകണ്ട. എൻ്റെ സ്റ്റീലിൻ്റെ ചീനച്ചട്ടി അങ്ങനെ കൊണ്ടൊന്ന് ചുവന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെ ചുവക്കണമെന്നില്ല. അത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിനി ഓരോന്നോരോന്ന് കോരി എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇത് കോരി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്, മിക്സി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏലക്ക നല്ല 5-6 ഏലക്ക നിങ്ങൾ എത്ര പൊരിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നല്ലോണം ഏലക്കായും കൂട്ടണം, പഞ്ചസാരയും ഇടണം. ഇനി ഇത് ഓരോന്നിങ്ങനെ കോരി വെച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര വിതറി കൊടുക്കുക. പഞ്ചസാര വിതറി കൊടുത്തിട്ട് മറിച്ചിടുക. ചൂടോടെ തന്നെ വിതറി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര അതിന്മേൽ പിടിക്കില്ല. പഞ്ചസാര നളുത്ത അതിന്മേൽ പിടിക്കണമെങ്കിൽ ഇങ്ങനെ വിതറി കൊടുക്കണം. ചൂടോടെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയ പാട് തന്നെ പഞ്ചസാര പാറ്റി കൊടുക്കണം. ഇനി എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്നും